പാലായിലെ യോഗത്തിൽ വിദ്വേഷ പരാമർശം നടത്തിയെന്ന പരാതിയിൽ PC ജോർജിനെ പോലീസ് ഉടൻ കേസെടുക്കില്ല. ഇക്കാര്യത്തിൽ നേരത്തെ ലഭിച്ച നിയമോപദേശത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ പോലീസ് വീണ്ടും നിയമോപദേശം തേടും. കേസിൽ അന്വേഷണം തുടരുകയാണ്. അഞ്ജന അനിൽകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. അഞ്ജന, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ വ്യക്തതയില്ലാത്തത്? വീണ്ടും റിപ്പോർട്ട് തേടുമെന്നാണല്ലോ, നിയമോപദേശം തേടുമെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? പിന്നീട് മാർച്ച് 9-ാം തീയതിയാണ് PC ജോർജ് പാലായിൽ നടന്ന KCBCയുടെ ലഹരി വിരുദ്ധ പരിപാടിയിൽ ഇങ്ങനെയൊരു പരാമർശം നടത്തിയത്. ഇതിന്റെ അടുത്ത ദിവസം തന്നെ ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് പാലാ DYSPക്ക് പരാതി നൽകിയിരുന്നു. അതിന്റെ പിറ്റേ ദിവസം തന്നെ പോലീസ് നിയമോപദേശവും തേടി. പക്ഷേ ലഭിച്ചിരിക്കുന്ന നിയമോപദേശത്തിൽ വ്യക്തതയില്ല. ഈ നിയമോപദേശവുമായി ബന്ധപ്പെട്ട് കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതാണ് നിലവിലെ പോലീസിന്റെ നിഗമനം. പക്ഷേ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. PC ജോർജിനെതിരെ കേസെടുക്കാത്തതിൽ പല കോണിൽ നിന്നും പ്രതിഷേധവും ഉയരുന്നുണ്ട്. അതിനാൽ തന്നെ ഒരു വിദഗ്ധ നിയമോപദേശം ഇതുമായി ബന്ധപ്പെട്ട് തേടേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് തേടാനുള്ള ഒരു നടപടിയുമായാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ AAPയുടെ നിയമോപദേശമാണ് തേടിയിരിക്കുന്നത്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയിരിക്കുന്ന നിയമോപദേശ പ്രകാരം PC ജോർജിനെതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഈ പരാമർശത്തിൽ ഇല്ല എന്നതാണ് വിലയിരുത്തൽ. പക്ഷേ പോലീസ് പിന്നോട്ട് പോയിട്ടില്ല. വിദഗ്ധ നിയമോപദേശം തേടിയതിനു ശേഷം കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ PC ജോർജിനെതിരെ കേസെടുക്കും. വിനീത. ശരി, അഞ്ജനയാണ് വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത്.